إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ക്ലാസ്സിൽ എഴുത്തിദാലുമായി റുക്കൂഉ എഴുത്തിദാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം സംസാരിച്ചത്. ഇനി പറയാനുള്ളത് സുജൂദാണ്. അങ്ങനെ എഴുത്തിദാൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം എന്താ? സുജൂദിലേക്ക് പോകണം. സുജൂദിലേക്ക് പോകുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജൂദിലേക്ക് പോകേണ്ടത്. സുജൂദ് ചെയ്യണം എന്നാലേ നമസ്കാരം പൂർത്തിയാവുകയുള്ളൂ എന്ന് നമസ്കാരം തെറ്റായി നമസ്കരിച്ച ആളോട് പറഞ്ഞ കൂട്ടത്തിൽ, പലതും പറഞ്ഞ കൂട്ടത്തിൽ ഈ സുജൂദിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുജൂദ് ചെയ്യാതിരുന്നാൽ നമസ്കാരം സാധുവല്ല. സുജൂദ് പോയാൽ മാത്രം പോരാ, ഹത്താ തത്മഇന്ന മഫാസിലുഹു. നേരത്തെ പറഞ്ഞു ഇത്മിഇനാൻ, അടക്കവും ഒതുക്കവും. എന്നാൽ ഓരോ കാര്യവും എങ്ങനെയാണോ ചെയ്യേണ്ടത് അതേ രീതിയിൽ കൃത്യമായി ഒരു ചെയ്തു എന്ന് പറയാവുന്ന രീതിയിൽ ചെയ്യുക. അത് റുക്കൂയിൽ അതിന്റെ രൂപം എന്താണോ ആ അവസ്ഥയിലെത്തണം. ഇത്ദാലിന്റെ രൂപം എന്താണോ അങ്ങനെ പറയാവുന്ന നിലയ്ക്ക് ഒരു ഒതുക്കം വരുന്നത് വരെ നേരെ നിൽക്കണം. അതുപോലെ സുജൂദ് പോകുന്ന അവിടെ പോയി ഇങ്ങോട്ട് പോന്നാൽ പോരാ, അവിടെ എത്തി സുജൂദ് പോയി ഒന്ന് ശാന്തമായി എന്ന് പറയാവുന്ന നിലക്ക് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറയണം എന്ന് നമ്മൾ മനസ്സിലാക്കി. സാധാരണ ഇത്ദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോ കൈ ഉയർത്തി താഴ്ത്തലുണ്ടോ? ഇല്ല. പക്ഷേ ചില സമയത്ത് നബി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ 4 സന്ദർഭങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി താഴ്ത്തിയത്. അതിൽ 3 നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് അല്ലാഹു അക്ബർ, പിന്നെ റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ കൈ ഉയർത്തി താഴ്ത്തി, പിന്നെ സമി അല്ലാഹു ലിമൻ ഹമിദ അപ്പോഴും കൈ ഉയർത്തി. ഇത് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. 4ാമത്തെ ഒന്ന് ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. അതെപ്പോഴാണ്? 2ാമത്തെ റക്അത്തിൽ നിന്ന് അത്തഹിയ്യാത്തിന് ശേഷം 3ാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ കൈ ഉയർത്തി താഴ്ത്തി കെട്ടുന്നു. ഇത് 4ാണ് സാധാരണഗതിയിൽ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അങ്ങനെ നമസ്കാരം കൃത്യമായി വിശദീകരിച്ച പല ഹദീസിലും ഇല്ലാത്ത, എന്നാൽ ചില ഹദീസുകളിൽ തന്നെ സഹീഹായി വന്നിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 അല്ലാത്ത സന്ദർഭത്തിലും എന്ത് ചെയ്യാറുണ്ടായിരുന്നു നബി? ചിലപ്പോൾ നല്ല ഹദീസിൽ കൈ ഉയർത്താറുണ്ടായിരുന്നു എന്നാ വന്നത്. അപ്പൊ എന്താ ചിലപ്പോൾ എന്ന് ഇവിടെ പറയാൻ കാരണം എന്താ? അധിക ഹദീസിലും എന്തേ വന്നിട്ടുള്ളൂ? നേരത്തെ പറഞ്ഞ 4 സന്ദർഭത്തിൽ കൈ ഉയർത്തി താഴ്ത്തി എന്നേ വന്നിട്ടുള്ളൂ. എന്നാൽ ചില റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, ആ റിപ്പോർട്ട് ശരിയുമാണ്. അപ്പൊ രണ്ടിനെയും കൂടെ സംയോജിപ്പിക്കാനാ. സാധാരണഗതിയിലുള്ളത് 4 സന്ദർഭമാണ്, മറ്റുള്ളത് ഇടക്കൊക്കെ ആകാം. അപ്പൊ ചിലപ്പോ സുജൂദിലേക്ക് പോണ സമയത്ത് കൈ ഉയർത്തി താഴ്ത്തി അല്ലാഹു അക്ബർ എന്ന് സുജൂദ് പോവുകയാണെങ്കിൽ അത് തെറ്റല്ല. സ്ഥിരമായി നബി അങ്ങനെ ചെയ്തു എന്നില്ല, കാരണം മിക്ക ഹദീസുകളിലും അത് വന്നിട്ടില്ല. ഇനി ഇവിടെ മാത്രമല്ല, ബാക്കിയുള്ള ചില സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ കൈ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു പോവുക, ചിലപ്പോ കൈ ഉയർത്തി താഴ്ത്തിയും സുജൂദിലേക്ക് പോകാം. ഇനി സുജൂദിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ്? ആദ്യം കൈ നിലത്ത് വെക്കണോ അല്ലെങ്കിൽ 2 കാൽമുട്ടുകളാണോ നിലത്ത് വെക്കേണ്ടത്? ഇവിടെയും 2 അഭിപ്രായമുണ്ട്. 2 കൂട്ടർക്കും അവരുടേതായ വ്യാഖ്യാനങ്ങളും തെളിവുകളുണ്ട്. സലഫി പണ്ഡിതന്മാർ തന്നെ നേരത്തെ ഇത്ദാലിൽ കൈ കെട്ടണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് മദ്ഹബിന്റെ അഭിപ്രായ വ്യത്യാസമല്ല, സലഫി പണ്ഡിതന്മാർക്ക് കിട്ടുന്ന അഭിപ്രായ വ്യത്യാസം. എന്താ? തെളിവിന്റെ ബലാബലം അല്ലെങ്കിൽ വ്യാഖ്യാനം, അതിലുണ്ടാകുന്ന വ്യത്യാസമാണ്. ഇവിടെ ശൈഖ് നാസിറുദ്ദീൻ അൽബാനി സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം നിലത്ത് വെക്കേണ്ടത് കാൽമുട്ടല്ല കൈയാണ് എന്നാണ് സ്ഥാപിക്കുന്നത്. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കൈ വെക്കണം. കൈ വെച്ചതിന് ശേഷമാണ് എന്ത് വെക്കേണ്ടത്? കാൽമുട്ട. അപ്പോ മുട്ടാണ് ആദ്യം വെക്കേണ്ടത് എന്ന അഭിപ്രായക്കാരുണ്ട്. ഇബ്നു ബാസും ഉസൈമീനൊക്കെ അഭിപ്രായക്കാരാണ്, മുട്ടാണ് വെക്കേണ്ടത്. ശൈഖ് അൽബാനി അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമിന്റെ അഭിപ്രായവും ആദ്യം മുട്ടാണ് വെക്കേണ്ടതാണ്. ഷെയ്ഖ് ഷുഐബ് അൽ അർണൌത്ത്
അദ്ദേഹം ഒരു ഹദീസ് പണ്ഡിതനാണ്, മരിച്ചു. ആളുകളെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠ സഹോദരൻ അബ്ദുൽ ഖാദർ, രണ്ടാളും ഹദീസ് പണ്ഡിതന്മാരാണ്, രണ്ടാളും മരിച്ചു. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന് പറയുന്ന 5 വാള്യങ്ങളുള്ള പുസ്തകമുണ്ട്. ഹദിയുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. പരലോകത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള നബിന്റെ മാർഗം എന്താണ് എന്നാണ് ആ ബുക്കിന്റെ അർത്ഥം. അതായത് പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ട ഭക്ഷണം എന്താണ്, പരലോകത്തേക്കുള്ള ഭക്ഷണം എന്നാണ് നബിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്, നബിന്റെ സുന്നത്ത്. അതിൽ നബിന്റെ ചരിത്രമുണ്ട് ഒരു വാള്യത്തിൽ, ബാക്കിയൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഓരോന്നും നബി എന്ത് ചെയ്തു. അതിൽ ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുന്നത് ആദ്യം കാൽമുട്ടാണ് വെക്കേണ്ടത്, പിന്നെയാണ് കൈവെക്കേണ്ടത്. അദ്ദേഹം അത് വിശദീകരിച്ചതിന് ഈ ഗ്രന്ഥത്തിന് ഈ പറഞ്ഞ ശുഐബ് അൽ അർണൌത്ത് ഒരു തഹ്ഖീഖ്, അതിൽ പറഞ്ഞതിന്റെ ഹദീസുകളുടെ അതിന്റെ സനദുകൾ ബലാബലം സഹീഹാണോ ലഈഫാണോ, ഹദീസ് മാത്രമല്ല മറ്റു ഇബാറത്തുകൾക്ക് പോലും തഹ്ഖീഖ് നടത്തിയിട്ടുണ്ട്. ഈ അടിക്കുറിപ്പിൽ ഷെയ്ഖ് ശുഐബ് അൽ അർണൌത്ത് 10-13 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറെ പേജിലായി ഇതിന്റെ അടിക്കുറിപ്പിൽ അദ്ദേഹം സമർത്ഥിച്ചിട്ടുള്ളത് ഇബ്നുൽ ഖയ്യിം പറഞ്ഞ ഈ വാദം ശരിയല്ല. എന്താ വെക്കേണ്ടത്? ആദ്യം കയ്യാണ് വെക്കേണ്ടത്. അപ്പൊ 2 അഭിപ്രായമുണ്ട്, 2 പക്ഷത്തും ബലപ്പെട്ട ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് തെളിവ് പരിശോധിച്ച് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലേക്ക് പോകുമ്പോൾ 2 കാൽമുട്ടുകൾ വെക്കുന്നതിന് മുമ്പ് 2 കൈകളും വെക്കാറുണ്ടായിരുന്നു. അതെന്താ വെച്ച് കൈ മുട്ട് വെക്കുന്നതിന് മുമ്പ് കൈ വെക്കാറുണ്ടായിരുന്നു. ഇനി 2 കൂട്ടർ അംഗീകരിക്കുന്ന ഒരു ഹദീസാണ്, ഇദാ സജദ അഹദുക്കും ഫലാ യബ്റുകു കമാ യബ്റുകുൽ ബഈറു വൽ യള യദൈഹി ഖബ്ല റുക്ബതൈഹി. നിങ്ങളിൽ ഒരാൾ സുജൂദിലേക്ക് പോകുമ്പോൾ അവൻ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. ഇവിടെയാണ് പ്രശ്നം. ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. ഒട്ടകത്തിന്റെ കാലത്തിൽ ഒട്ടകം എങ്ങനെയെന്ന് ആലോചിക്കണ്ട. ഒട്ടകായാലും ആടായാലും പോത്തായാലും മൂരിയായാലും ഒക്കെ ഒരേ രൂപത്തിലാണ് മുട്ടുകുത്തുക. മുട്ടുകുത്തന്നെ കിടക്കാൻ പോവാ. നമ്മളെ ആട്, മൂരി, പോത്ത് ഇതൊക്കെ കിടക്കുന്ന സമയത്ത് എന്താണ് ആദ്യം നിലത്ത് വെക്കുക? കയ്യാണ്. കൈ ആദ്യം മടക്കി അങ്ങനെ വെക്കും. അതായത് കുളമ്പ് ഉള്ളിലോട്ടയക്കും, മുട്ട് മടക്കിയിട്ട് കുളമ്പ് ബാക്കോട്ടാക്കിയിട്ട് മുട്ടുകുത്തും. എന്നിട്ട് പിന്നെ അങ്ങനെ ശല്യം കിടക്കുക ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. ഇവിടെ 2 വ്യാഖ്യാനം വന്നു. ഒട്ടകം എന്താ വെച്ച് കൈ. അപ്പൊ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങൾ മുട്ടുകുത്തരുത്. അപ്പൊ ഒട്ടകം കൈയാണ് ആദ്യം മടക്കി വെക്കുന്നത്, നിങ്ങൾ കൈ വെക്കരുത്. നിങ്ങൾ എന്ത് വെക്കണം? കാല് വെക്കണം. അങ്ങനെ വരിക. ഒട്ടകം മുട്ടുന്ന ആടിന് ആട് മുട്ടുകുത്തുന്നത് മുട്ടുകൊടുത്ത് ആട് കൈ മടക്കിയിട്ട് ആദ്യം വെക്കുന്നു, പിന്നെയാണ് കാല്. അപ്പൊ നമ്മൾ കൈ വെക്കരുത്, കാലാണ് വെക്കേണ്ടത് എന്ന് വരും. അങ്ങനെ വ്യാഖ്യാനിച്ചു. എന്നിട്ട് പിന്നെ പറയണ എന്താ? വൽ യള യദൈഹി ഖബ്ല റുക്ബതൈഹി. ഹദീസ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഒട്ടകം മുട്ടുകുത്തുന്നതിൽ മുട്ടുകുത്തരുത്. നിങ്ങൾ കാൽമുട്ട് വെക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ റുക്ബ മുട്ട് വെക്കുന്നതിന് മുമ്പ് കൈ വെക്കണം. ഇതാണ് നേർക്കേർ ഹദീസിലുള്ളത്. അപ്പൊ ആ ഹദീസ് നേർക്കനേരെടുത്താൽ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്, നിങ്ങൾ മുട്ടുവെക്കുന്നതിന് മുമ്പ് ആദ്യം കൈ വെക്കുക. അപ്പൊ ഇത് ശരിയല്ല. ഹദീസ് സഹീഹാണ്, പക്ഷെ ഇത് റിപ്പോർട്ട് ചെയ്ത ആൾക്ക് ചില തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞത് മാറിപ്പോയിന്നാണ്. അതിൽ കൽബ് വന്നു. ആദ്യം വരണ്ടേ അവസാനവും, അവസാനം വരണ്ടേ ആദ്യവും. ഒരു മാറ്റം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ പറഞ്ഞത് നോക്കുക. ഒട്ടകം ആദ്യം എന്താ വെച്ചത്? കയ്യാ വെച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെന്താ പറയേണ്ടത്? ഒട്ടകം മുട്ടുകുത്തുന്ന പോലെ മുട്ടുകുത്തരുത്, നിങ്ങൾ അതുകൊണ്ട് കൈ വെക്കുന്നതിന് മുമ്പ് കാല് വെക്കണം എന്നാ പറയേണ്ടത്. അപ്പൊ അത് പറഞ്ഞ റിപ്പോർട്ട് ചെയ്ത സഹാബിക്ക് പറഞ്ഞ, നബിക്ക് മാറിയല്ല, സഹാബിക്ക് മാറിപ്പോയി. പറയേണ്ടിയിരുന്നത് തിരിച്ചായിരുന്നു. പക്ഷെ ഹദീസിൽ എന്ത് വന്നു? നിങ്ങൾ മുട്ടുവെക്കുന്നതിന് മുമ്പ് കൈ വെക്കണം. അപ്പോ പൊരുത്തക്കേട് വന്നു എന്നാണ് ഇവർ വാദിക്കുന്നത്. ഒട്ടകം മുട്ടുകുത്തുന്നവർ മുട്ടുകുത്തരുതെന്ന് പറയാ, പിന്നെ മുട്ടിന് മുമ്പ് കൈ വെക്കണം എന്ന് പറയാ. അപ്പൊ ഒട്ടകത്തെ പോലെ തന്നെ അതിലെ അതിന് മറുപക്ഷത്തിന്റെ ന്യായം എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇത് നബിന്റെ നേർക്കുനേരുള്ള വാക്കാണ്. ഇതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇത് രണ്ടും തമ്മിൽ ഒട്ടകത്തോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞതിൽ ഒരു വൈരുദ്ധ്യവുമില്ല. അതെങ്ങനെയാ? ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞത്? റുക്ബ. അറബിയിൽ ഓരോ മടക്കിനും ഓരോ പേരുണ്ട്. ഇതിന് റുസ് എന്ന് പറയും. കയ്യിന്റെ മുട്ടിന് മിർഫത്ത് എന്ന് പറയും. അത് നമ്മളിങ്ങനെ ഊമി കുത്താൻ എന്നൊക്കെ ഒരു സഹായത്തിനുള്ള മിർഫത്ത് എന്ന് വാക്കിനൊക്കെ. കാലിന്റെ മുട്ടുന്ന നിലത്ത് കുത്തുന്നതെന്തോ അതിനാണ് എന്ത് പറയാ? നിലത്ത് കുത്തി നമ്മൾ ഇരിക്കുമ്പോൾ കുത്തുന്നതെന്തോ അതിനെന്ത് പറയാം? റുക്കുബത്ത് എന്നറിയാം. അപ്പൊ നമ്മളെ റുക്കുബത്ത് എവിടെയുള്ളത്? കൈമലാണോ കാൽമലാണോ? കാരണം നമ്മൾ നിലത്തുത്തുന്നത് കാലിന്റെ മുട്ട. അപ്പൊ നമ്മളെ റുക്കുബ കയ്യിലല്ല, കാൽമലാണുള്ളത്. ഒട്ടകത്തിന്റെ റുക്കുബ കൈമലാണോ കാൽമലാണോ? കൈമല്. കാരണം ഒട്ടകം കുത്തുന്നത് കയ്യാണ്.
അപ്പൊ ഒട്ടകത്തിന്റെ എന്ന് മാത്രമല്ല മൃഗത്തിന്റെ റുക്ബ മുട്ട് എന്ന് പറയുന്നത് കൈമലാണ്. കാരണം മൃഗം കയ്യാണ് കുത്തുന്നത്, നമ്മൾ കുത്തുന്നതോ കയ്യല്ല, കാലിന്റെ മുട്ട കുത്തുന്നത്. അപ്പൊ നമ്മളെ മുട്ട് തന്നെ റുക്ബ എവിടെയുള്ളത്? കാൽമലാണ്. ഇനി ഹദീസ് വായിച്ചു നോക്കി, ഇതാ സഹിതാഹദുക്കും ഫലായബറുക്കും കമായബറുക്കുൽ ബഴീർ. ഒട്ടകം മുട്ടുകുത്തുന്ന പോലെ നിങ്ങൾ മുട്ടുകുത്തരുത്. അതായത് ഒട്ടകത്തിന്റെ കയ്യിലുള്ള മുട്ടുകുത്തിയാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ സുജൂദ് പോകരുത് എന്ന് പറഞ്ഞാൽ കയ്യും കാലും വിട്ടാളാ. ഒട്ടകം മുട്ടുകുത്തുന്നു, നിങ്ങൾ മുട്ടുകുത്തരുത്. അപ്പൊ എന്താ വരിക? കാലിന് മുട്ട് വെക്കരുത്. അപ്പൊ പിന്നെ പറഞ്ഞതോ വലിയ അദ്ദേഹം കബലോർക്ക് പത്തേക്ക് മുട്ടുകുത്തുന്നതിന് മുമ്പ് കൈ വെക്കണം. അപ്പാടെ പൊരുത്തക്കേടുണ്ടോ? ഇല്ല. ഇനി ഭാഷ ഡിക്ഷണറികൾ പരിശോധിച്ചാൽ റുക്ബ എന്ന് പറഞ്ഞാൽ കയ്യിന്റെ മുട്ടിന് റുക്ബ എന്ന് പറയൂല. നിലത്ത് കുത്താൻ എന്താണോ ഉപയോഗിക്കുന്നത് അതിനാണ് റുക്ബ എന്നറിയാം. അപ്പം മൃഗത്തിന്റേത് കൈമലാണ്, മനുഷ്യന്റേത് കാൽമലാണ്. അപ്പൊ അവിടെ ഒരു പൊരുത്തക്കേടുമില്ല. പിന്നെ ആദ്യം വായിച്ചത് അവിടെ എന്താണ്? 2 മുട്ടിന് മുമ്പേ കൈ നിലത്ത് വെക്കുക. അപ്പൊ ഒന്ന് ഭാഷാപരമായ പ്രയോഗം. ഇനി മൃഗത്തിന്റെ ശരിയായ മനുഷ്യന്റെ റുക്ബന്റെ അവസ്ഥ, പിന്നെ ഹദീസിൽ പറഞ്ഞ വാചകവും അങ്ങനെ തന്നെ എടുക്കുമ്പോൾ ഇവിടെ ഹദീസിൽ ഒരു കുഴപ്പവും റിപ്പോർട്ടർക്ക് പറ്റിയിട്ടില്ല. അയാൾക്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പറ്റുന്നില്ല, ശരി തന്നെയാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ആളുകൾ മനസ്സിലാക്കിയെത്താൻ തെറ്റിയെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? ആദ്യം എന്ത് ചെയ്യണം? കൈ വെക്കണം, മുട്ടല്ല കുത്തേണ്ടത്. അപ്പൊ ഹദീസ് പോലെയായി. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തർക്കിക്കാൻ പോണ്ട. കാരണം പ്രഗത്ഭരായ ഇബ്നുൽ ഖയ്യിം, ഇബ്നുൽ ഉസൈമീൻ, ഇബ്നു ബാസ് പോലുള്ള ലോകത്തറിയപ്പെട്ട പ്രഗത്ഭരായ സലഫി പണ്ഡിതന്മാർ മുട്ടാണ് ആദ്യം വെക്കേണ്ടത് അഭിപ്രായക്കാരാണ്. കുറ്റം പറയണ്ട. നമുക്കേതാ ബോധ്യപ്പെടുന്നത്? ആ ബോധ്യപ്പെടുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ നബിന്റെ വാക്കും ഈ പറഞ്ഞ പ്രയോഗങ്ങളും എല്ലാം പരിശോധിച്ചാൽ ആദ്യം വെക്കേണ്ടത് കയ്യാണ് എന്നതാണ് ശരിയായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. സുജൂദിന്റെ അവയവങ്ങൾ 7 എണ്ണം 2 കൂടി ഒന്നാക്കിയുണ്ട്. നെറ്റിയും മൂക്കും ഒന്നായി എഴുതി. പിന്നെ 2 കൈയിന്റെ ഉള്ളം കൈ 3, 2 കാൽമുട്ട് 5, 2 കാൽപാദങ്ങളുടെ എല്ലാ വിരലുകളുടെയും പള്ളഭാഗം. അപ്പൊ 7. ഈ 7 അവയവങ്ങൾ ഇത് ഒരുപാട് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നോട് അങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് സുജൂദിന്റെ അവയവങ്ങൾ എന്ന് ഈ 7 അറിയപ്പെടുന്നത്. അതേ ആ കൂട്ടത്തിൽ ഉള്ള ചില ഹദീസുകളാണ് ഇന്നൽ യദൈനി തസ്ജുദാനി കമാ യസ്ജുദുൽ വജ്ഹു. മുഖം സുജൂദ് ചെയ്യുന്നത് പോലെ. സുജൂദ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നെറ്റിയും മൂക്കും നിലത്ത് പതിയണം. അതിനോട് ചേർത്തനായി അതുപോലെ 2 കൈകളും സുജൂദ് ചെയ്യണം. അപ്പൊ കൈ എവിടെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ പോരാ, പള്ളഭാഗം നിലത്ത് പതിഞ്ഞു നിൽക്കണം. എന്നിട്ട് അവിടെയും പറഞ്ഞു ഫൽ യദൈഹി. അങ്ങനെ സുജൂദിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മുഖം നിലത്ത് വെക്കുമ്പോൾ അവന്റെ കൈ വെക്കട്ടെ. വൈദാറഫ. ഇനി എഴുന്നേൽക്കുമ്പോൾ ഫൽ യർഫഉഹുമ. 2 കൈയും അവൻ ഉയർത്തുകയും ചെയ്യട്ടെ. സുജൂദിൽ പോകുമ്പോൾ നമ്മുടെ വെയിറ്റ്, ഭാരം വരേണ്ടത് കയ്യിലാണ്. പള്ളമലോ കാലിന്റെ തുടമലോ അല്ല വെയിറ്റ് വരേണ്ടത്. യഅ്തമിദു അലാ കഫൈഹി. 2 കൈയിൽ ഊന്നുകയും വയബ്സുതുഹുമ. 2 കൈകളെയും പരത്തി വെക്കുകയും വയളുമ്മു അസാബിഅഹുമ. വിരലുകൾ ചേർത്ത് വെക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. വയുവജ്ജിഹുഹാ ഖിബലൽ ഖിബ്ല. കഅബക്ക് നേരെ കൈകളെ നബി തിരിക്കുകയും ചെയ്യും. അങ്ങനെ ഓരോന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വിരലുകൾ ചേർത്ത് വെക്കണം, ചുരുട്ടി വെക്കാൻ പറ്റില്ല. വിരല് ചുരുട്ടാൻ പാടില്ല, നിവർത്തി വെക്കണം. റുക്കൂൾ വെപ്പം എന്താ പറഞ്ഞ്? മുട്ടിൽ വെക്കുമ്പോൾ കൈ എങ്ങനെ വെക്കണം? വിരല് വിടർത്തി വെക്കണം. സുജൂദിൽ നേരെ വിപരീതാണ്. വിരല് ചേർത്ത് നിവർത്തി പള്ളഭാഗം നിലത്ത് പരത്തി വെക്കുക. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ സുജൂദ് കൈ എങ്ങനെ വെക്കും? എല്ലാ പള്ളഭാഗം ഫുള്ള് നിലത്ത് തട്ടുന്നുണ്ടോ? വിരല് വിടർത്തിയാണോ അല്ല ചേർത്താണോ? കൈവിരലുകൾ നബി കിബിലക്ക് നേരെയാക്കിയിരുന്നു. അപ്പൊ തിരിച്ചിങ്ങനെ വെച്ചാൽ കൈയിന്റെ വിരലൊക്കെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും പോകും. അപ്പൊ എല്ലാ വിരലും എങ്ങോട്ട് പോകണം? കിബിലക്ക് നേരെയാകണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. ഇനി അങ്ങനെ സുജൂദ് പോയി, കൈ നിലത്ത് വെച്ചു. കൈ നിലത്ത് വെക്കുമ്പോ കൈ എങ്ങനെ വെക്കണം? ചില ആൾക്കാർ കാലിന്റെ മുട്ടിന്റെ നേരെ കൈ വെക്കുക ഒരു സൗകര്യത്തിന്. വേറെ ചില ആൾക്കാർ കുറെ അപ്പുറം കൊണ്ടുവയ്ക്കും. അവിടെയും കണക്കുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ കൈ എങ്ങനെ ഉയർത്തണം, എത്ര വരെ ഉയർത്തണം? ഹൽവ മൻകിബൈഹി. സുജൂദിൽ കൈ വെക്കേണ്ടത് നമ്മളിങ്ങനെ സുജൂദ് കിടക്കുമ്പോ തോളിന് നേരെ, ചുമലിന് നേരെ, ചിലപ്പോൾ ചെവിക്ക് നേരെയും. അപ്പൊ കൈ ഉയർത്തുന്ന സമയത്ത് എത്ര വരെ ഉയർത്താമോ അതേ രൂപത്തിലാണ് സുജൂദിലും കൈ വെക്കേണ്ടത്. ഒന്നിൽ നമ്മളെ തോളിന് നേരെ കൈ വരണം, അല്ലെങ്കിൽ ചെവിന്റെ നേരെ കൈ വരണം. അതിന്റെ മുന്നോട്ടും പോകണ്ട, ബേക്കോട്ടും പോകാൻ പാടില്ല. നബി പഠിപ്പിച്ച പോലെ ചെയ്താൽ മതി.
പിന്നെ സുജൂദില് പോകുമ്പോ ചില ആൾക്കാർ നെറ്റി നിലത്ത് തൊടും, മൂക്ക് തൊടൂല. പലപ്പോഴും ആളുകൾ ചെയ്യുന്നതാണ്. മൂക്ക് തൊട്ടിട്ടുണ്ടാവില്ല. രണ്ടും നിലത്ത് പതിച്ചു വെക്കണം എന്ന് ഒരുപാട് ഹദീസിലുണ്ട്. മക്കന, യുമക്കിൻ, മക്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ മക്കന എന്ന് പറഞ്ഞാൽ സൗകര്യപ്പെടുത്തുന്നുണ്ട്. അത് നിലത്ത് തട്ടണം. ചില ആൾക്കാർ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കാണാം, അങ്ങനെ സുജൂദ് ഇങ്ങനെ ഒരു നെറ്റിങ്ങ ചിരിച്ചിട്ട് മൂക്ക് പൊന്തിയിട്ടുണ്ടാവും. അപ്പൊ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാണാം, ബൈക്കിൽ കിടക്കാൻ നോക്കിയാൽ കാണാൻ പറ്റും. ശരിക്കും രണ്ടും പതിച്ചു വെച്ചാൽ നെറ്റി മൂക്കി പതിച്ചാലോ മേക്കൂടെ നോക്കാൻ കഴിയില്ല, അമർന്ന് നിൽക്കുകയാണ്. അപ്പൊ ശരിയായ സുജൂദ്, ഈ സുജൂദ് എന്തിനാ? അള്ളാന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യുന്നത്. അത് അള്ളാഹു പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഹത്താ യത്മൈന കുല്ലു അൽമിൻ മിൻക ഇലാ മൗദിഹി, ഓരോ ശരീരത്തിലെ എല്ലുകളും എവിടെ വെക്കാനാണോ നബി പഠിപ്പിച്ചത് അതിന്റേതായ സ്ഥാനത്ത് ഓരോ എല്ലുകളും എത്തുന്ന തരത്തിൽ വെക്കണം. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. ആരുടെ മൂക്ക് നിലത്ത് പതിയാതെ ഒരുത്തൻ നമസ്കരിക്കുന്നുവോ, ഏതുപോലെ നെറ്റി പതിയുന്നത് പോലെ മൂക്ക് നിലത്ത് വെക്കാതെ ആര് നമസ്കരിക്കുന്നുവോ അവന് ലാ സലാത്ത, നമസ്കാരമല്ല. നമസ്കാരമല്ല എന്ന് പറഞ്ഞാൽ രണ്ട് അർത്ഥം നാളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നിലും അവന്റെ നമസ്കാരം തന്നെ ശരിയല്ല, അല്ലെങ്കിൽ അവന്റെ നമസ്കാരം പൂർണ്ണമല്ല. ഇപ്പറഞ്ഞ തകരാറ് അതിനുണ്ട്. പിന്നെ കാല് എങ്ങനെ വെക്കണം? കാൽപാദങ്ങൾ കുത്തി നാട്ടി നിർത്തണം. നമ്മൾ സുജൂദ് പോയാൽ തള്ളവിരല് മാത്രം നിലത്ത് തട്ടും. അതെന്നെ എങ്ങനെ പരത്തിയ വെക്കുക? വിരലിന്റെ പള്ളഭാഗം നിലത്ത് വിടുവോ? ഉണ്ടോ? തള്ളവിരലിന്റെ നഖം നിലത്തേക്ക് കുത്തിയിട്ട് ഇങ്ങനെ കുത്തി വെക്കുക എന്നല്ലാതെ തള്ളവിരലിന്റെ പള്ളഭാഗം നിലത്ത് പതിയാറുണ്ടോ? ഉണ്ടാവില്ല. ഇനി തള്ളഭാഗമായി കഴിക്കാം, ബാക്കി 4 വിരലോ പതിയൂല. പക്ഷെ ഹദീസിൽ എന്താ പറഞ്ഞത്? ഓരോ കാലിന്റെയും 5 വിരലുകളുടെയും പള്ളഭാഗം നിലത്ത് പതിയണം. അങ്ങനെ പതിയുമ്പോഴേ എന്താവുള്ളൂ? യസ്തഖ്ബിലു ബി സുദൂരി ഖദമൈഹി വേറെ റിപ്പോർട്ടിൽ ബി അത്റാഫി അസാബിഹിമ അൽ ഖിബ്ല, 2 കാലിലെയും 10 വിരലുകളുടെ അറ്റങ്ങൾ കിബിലക്ക് നേരെ നബി തിരിച്ചിരുന്നു. നമ്മളാലോചിക്കുക, ഒരു വിരലെങ്കിലും വിരലിന്റെ അറ്റം നഖത്തിന്റെ ഭാഗം കിബിലക്ക് നേരെ നമ്മൾ തിരിയാറുണ്ടോ സുജൂദിൽ? ഇല്ലെങ്കിൽ നബി പഠിപ്പിച്ച സുജൂദല്ല. ഞാൻ നമസ്കരിക്കുന്നതായി എങ്ങനെ നിങ്ങൾ കണ്ടുവോ അങ്ങനെ നമസ്കരിക്കണം എന്ന പ്രകാരത്തിൽ നമ്മുടെ സുജൂദ് ആകുന്നില്ല. അപ്പൊ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നേരത്തെ ക്രമമൊക്കെ അവനെ ആവർത്തിക്കേണ്ടതില്ല. അതിന് ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോവുക, ആദ്യം 2 കൈയും നിലത്ത് വെക്കുക, പിന്നെ കാൽമുട്ട് വെച്ച് സുജൂദിലെത്തുക, മൂക്കും നെറ്റിയും നിലത്ത് പതിച്ചു വെക്കുക, കൈ പള്ളഭാഗം നിലത്ത് വെച്ച് വിരലുകൾ ചേർത്ത് പിടിച്ച് വിരലിന്റെ അഗ്രഭാഗം കിബിലക്ക് നേരെയാകുന്ന രീതിയിൽ കൈ ചുമലിന് നേരെയോ അല്ലെങ്കിൽ ചെവിക്ക് നേരെയോ നിലത്ത് വെക്കുക, കാൽമുട്ടുകൾ നിലത്ത് പതിച്ചു വെക്കുക, കാലിന്റെ 10 വിരലുകളും വിരലിന്റെ അടിഭാഗം പള്ളഭാഗം നിലത്ത് അമർത്തി വെച്ച് വിരലുകൾ കിബിലക്ക് നേരെയാകുന്ന രീതിയിൽ, അതാണ് സുജൂദ്. പിന്നെ 2 കൈമുട്ടുകൾ എന്ത് ചെയ്യണം? റുക്കൂൽ നമ്മളോട് പറയുകയും ചെയ്ത് കാണിക്കുകയും ചെയ്തു. മുട്ട് 2 സൈഡിലേക്കും ചേർത്തല്ല വെക്കേണ്ടത്, പിന്നെന്താണ്? അകറ്റി വെക്കണം. അത് ആണായാലും പെണ്ണായാലും. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് പെണ്ണിന് ഏറ്റവും മറ ഉള്ളത് ചേർത്ത് വെക്കലാണ്. മുട്ട് ശരീരത്തോട് ചേർത്ത് വെക്കുക. അങ്ങനെ ഒരു വേർതിരിവ് ആണിനും പെണ്ണിനും നബി പഠിപ്പിച്ചിട്ടില്ല. കൈമുട്ടുകൾ ശരീരത്തിന്റെ 2 സൈഡിൽ നിന്നും എന്ത് ചെയ്യണം? അകന്ന് നിൽക്കേണ്ടതുണ്ട്. അതാണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ. നായ കിടക്കുന്നത് പോലെ, വേറെ ചെറിയ കാര്യത്തിൽ വന്യമൃഗങ്ങൾ കിടക്കുന്നത് പോലെ നിങ്ങൾ കിടക്കരുത്. നായ ഇങ്ങനെ പോയിട്ട് 2 കൈ ഇങ്ങനെ ഇങ്ങനെ പരത്തിയാണ് വെക്കും, അല്ലെ? ഇങ്ങനെ നിർത്തി കഴിയാ, എന്നിട്ടാണ് കിടത്തം. അതുപോലെ വെക്കരുത്. അപ്പൊ മുട്ട് മുതൽ ഉള്ള ഭാഗം കൈ നിലത്ത് പതിച്ചു വെക്കരുത്. മുട്ട് ഉയർത്തി വെക്കണം. നിലത്ത് തൊടേണ്ട എന്ത് മാത്രമേ ഉള്ളൂ? 2 കൈയിന്റെ ഉൾഭാഗം മാത്രമേ നിലത്ത് തൊടേണ്ടതുള്ളൂ. മുട്ട് പൊക്കിയാണ് വെക്കേണ്ടത്. പൊക്കി നമ്മുടെ 2 സൈഡിൽ നിന്നും ഊരന്റെ പള്ളന്റെ ഭാഗത്തു നിന്ന് അകറ്റി വെക്കുക. അകറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ വല്ലാതെ വിടർത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഉള്ള സൗകര്യത്തിൽ തീർക്കണം. നബി ഇമാമായിട്ട് നമസ്കരിക്കും. നബി ഇമാമായി നമസ്കരിക്കുമ്പോൾ ഹദീസ് കാണാം, നബി സുജൂദിൽ പോയാൽ കൈമുട്ടുകൾ 2 ശരീര പാർശ്വഭാഗങ്ങളിൽ നിന്നും അകറ്റി വെക്കും.
അങ്ങനെ ഞങ്ങൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കക്ഷത്തിലെ വെള്ള നിറം കാണാറുണ്ടായിരുന്നു. ബയാള ഇബ്തൈഹി, കക്ഷത്തിലെ വെള്ളം. നബി അല്ല വെളുവെളുത്ത് ഗോതമ്പ് കളറുള്ള സുന്ദരനായ ആളായിരുന്നതാണ്. അപ്പോ കക്ഷത്തിലെ വെള്ള കാണാറുണ്ടായിരുന്നു. കുപ്പായ ഉണ്ടാവില്ല, ചിലപ്പോ തട്ടായിരുന്നു. തട്ടാണെങ്കിൽ ഇത് തുറന്ന് കാണാലോ. അപ്പൊ നോക്കിയാൽ കക്ഷത്തിലെ വെളുപ്പ് കാണുമായിരുന്നു. അപ്പൊ നമ്മൾ തട്ടിട്ട് നിസ്കരിക്കുകയായിരിക്കാം. നമ്മൾ നിസ്കരിച്ച് അങ്ങനെ അകറ്റിയാൽ തന്നെ നമ്മളെ കറുപ്പ് വെള്ള കാണുമല്ലോ, കറുപ്പേ കാണുള്ളൂ. എന്താ കാരണം? കച്ചം പഠിക്കൂല, അതൊരു സുന്നത്താണ്. നബി കച്ചം പഠിക്കും. അപ്പം ശരീരവും വെള്ളയാണ്. സുജൂദില് എല്ലാ അവയവങ്ങളും എങ്ങനെ വെക്കണം എന്ന് പറഞ്ഞു. ഇനി ഇതിൽ തന്നെ തർക്കമുള്ളൊരു വിഷയം, രണ്ട് കാൽപാദങ്ങളും ചേർത്ത് വെക്കേണ്ടതുണ്ടോ അല്ലേ? രണ്ട് കൈയും നമ്മളെ ചുമലിന്റെ നേരെ ചേർത്തല്ല, അകത്തിയാണ് വെച്ചത്. പിന്നെ മുട്ട് രണ്ടും അകന്നിട്ടാണ്, കാലിന്റെ തൊട അകന്നിട്ടാണ്. അതുപോലെയാണോ രണ്ട് കാൽപാദങ്ങളും വെക്കേണ്ടത്? അല്ല, ചേർത്ത് വെക്കണോ? മടമ്പ് ചേർന്ന് വെക്കണോ? പാദം മാത്രം ഞാൻ മടമ്പിനോട് ചേർന്ന് നിൽക്കേണ്ടതുണ്ടോ? ഇവിടെ പല പണ്ഡിതന്മാരും സ്വീകരിച്ച അഭിപ്രായം അകത്തിയാണ് വെക്കേണ്ടത്. അതിന് പറഞ്ഞ കാരണം തെളിവല്ല. ബാക്കിയൊക്കെ എന്താണ്? അകന്നിട്ടാണ്. കൈപ്പത്തി അകന്നിട്ടാണ്, മുട്ട അകന്നിട്ടാണ്, കാലിന്റെ തൊട അകന്നിട്ടാണ്, കാൽമുട്ട അകന്നിട്ടാണ്. അതുപോലെ കാൽപാദവും അകറ്റി വെക്കണം, ഒരു ന്യായം. വേറെ ഭാഗം രണ്ട് കാൽപാദങ്ങൾ മടമ്പ് ചേർത്ത് നിലത്ത് വെക്കണം. അതിന് തെളിവായി പറയുന്നത് ചില ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങുന്നു. ഒക്കെ ഒരുപാട് ഹദീസുകൾ കണ്ടതാണ്. ഉറങ്ങുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നബിയെ കട്ടിലിൽ കാണില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നിലത്ത് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ തപ്പി നോക്കി. തപ്പിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിലാണെന്ന് മനസ്സിലായി. എന്താ സുജൂദിൽ മനസ്സിലായത്? രണ്ട് കാൽപാദങ്ങളും ഇങ്ങനെ നാട്ടി വെച്ചിട്ടുണ്ട്. സാധാരണ സുജൂദ് പൂർണ്ണമായി. അത് പറയുന്ന കൂട്ടത്തിൽ ഒരൊറ്റ റിവായത്തിൽ, ഇബ്നു ഖുസൈമന്റെ റിവായത്തിൽ വയറുസു ഖദമൈഹി, ഹദീസിലുള്ളത് ഫവജത്തുഹു റാസൻ അഖിബൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാലിന്റെ മടമ്പുകളും റസ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനോട് ചേർത്ത് വെക്കാൻ, രണ്ട് മടമ്പുകളും ചേർത്ത് വെച്ചതായി ഞാൻ കണ്ടു. കാണുക നന്നായി ഇരുട്ടത്താണ്. നബിന്റെ വീട്ടിൽ വിളക്കില്ലാതെ നമസ്കരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് തപ്പി നോക്കിയപ്പോ രണ്ട് കാൽ മടമ്പുകളും ചേർത്ത് നാട്ടിവെച്ച് സുജൂദിലായി ഞാൻ കണ്ടു. അല്ലെങ്കിൽ ഞാൻ കണ്ടു പറഞ്ഞാൽ തൊട്ട് മനസ്സിലായി എന്നാണ്. ഈ റിവായത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് കാലിന്റെ മടമ്പുകളും സുജൂദ് പോകുമ്പോൾ അകറ്റിയല്ല ചേർത്ത് മടമ്പെടുത്ത് നിൽക്കുന്ന രീതിയിൽ വെക്കണം എന്ന് പറയുന്നത്. ഷെയ്ഖ് അൽബാനി ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് വെക്കേണ്ടത്. എന്നാൽ അങ്ങനെ വെക്കേണ്ടതില്ല, കാരണം ഈ ഹദീസ് സഹീഹല്ല എന്ന് പറയുന്ന വേറെ പണ്ഡിതന്മാരുണ്ട്. കാരണം എന്താ? ഒരുപാട് ഹദീസിൽ നബി സുജൂദ് ചെയ്ത്, ഇതിപ്പം നബി വീട്ടിൽ നിസ്കരിച്ച സംഭവമാണ് പറഞ്ഞത്. അതല്ലാതെ നബി പള്ളിയിൽ നിസ്കരിച്ച ആൾക്കാർ ഇമാമായിട്ട് അല്ലാതെയൊക്കെ നബി നിസ്കരിച്ച അത് സ്വീകരിക്കുന്ന ഹദീസുകളിലൊന്നും എന്തില്ല, ചേർത്ത് വെച്ചു എന്നില്ല. ഇനി ഈ ചേർത്ത് വെച്ചു എന്ന് പറയുന്ന റിവായത്ത് ഇബ്നു ഖുസൈമ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാനും റിപ്പോർട്ട് ചെയ്തു. പിന്നെ ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്തു. ഈ റിപ്പോർട്ടിലാണ് എന്തുള്ളത്? ചേർത്ത് വെച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ ജീവിച്ച് മരിച്ചുപോയ വലിയ കിബാറുൽ ഉലമയിൽപ്പെട്ട പണ്ഡിതനാണ് ബക്കർ അബൂ സൈദ്, ഷെയ്ഖ് ബക്കർ അബൂ സൈദ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. തസ്ബീമാലിനെ കുറിച്ച് മാത്രം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. തസ്ബീമാല ബിദ്അത്താണോ സുന്നത്താണോ 100 പേജിൽ ഒരു ബുക്ക്. ഇതെവിടുന്ന് വന്നു ആ പ്രയോഗം ഉദാഹരണത്തിന് പറഞ്ഞ. അപ്പൊ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത് കാൽ മടമ്പുകൾ രണ്ടും ചേർത്ത് വെച്ചു എന്ന ഇബ്നു ഹിബ്ബാനും ഇബ്നു ഖുസൈമയും ഇബ്നു ഹിബ്ബാനും റിപ്പോർട്ട് ചെയ്തത് മറ്റ് റിപ്പോർട്ടുകളിൽ ഇല്ലാത്ത റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ പ്രബലമായതും ധാരാളക്കണക്കിന് വന്നിട്ടുള്ളതുമായ ഹദീസിൽ വരാത്ത ഒരു റിപ്പോർട്ട് ഈ റിപ്പോർട്ടിൽ മാത്രം വന്നതിനാൽ അത് ഷാദായ മുൻകറായ റിപ്പോർട്ടാണ്. അങ്ങനെ വന്നാൽ അത് സാങ്കേതിക രണ്ട് പ്രയോഗങ്ങളാണ്. ഷാദാണെങ്കിലും സ്വീകരിക്കാൻ പറ്റില്ല, മുൻകറാണെങ്കിലും സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഹദീസ് സ്വീകരിക്കേണ്ടതില്ല. പിന്നെ ഇമാം ഹാക്കിം ഹദീസ് പണ്ഡിതനായ അദ്ദേഹം പറഞ്ഞത് ഇപ്പറഞ്ഞ ഒരു ഹദീസിലല്ലാതെ വേറെ ഒരു ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് മടമ്പുകൾ സുജൂദിൽ ചേർത്ത് വെച്ചിരുന്നു എന്ന് എനിക്ക് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. ഈ ഹാക്കിമിന്റെ വാക്ക് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ബക്കർ അബൂ സൈദ് പറയാണ്, അദ്ദേഹത്തിന്റെ ആ വാചകത്തിൽ നിന്ന് മനസ്സിലാക്കാം
രണ്ട് മടമ്പുകളും ചേർത്ത് വെക്കണം എന്ന് പറയുന്ന റിപ്പോർട്ട് ഷാദായ റിപ്പോർട്ടാണ്, മുൻകറായ റിപ്പോർട്ടാണ് എന്ന് മനസ്സിലാക്കാം. ഇത് രണ്ടാമത് പിന്നെ ആവർത്തിച്ച് പറയാം. ആദ്യം പറഞ്ഞ ശേഷം എന്റെ സ്വന്തം അഭിപ്രായമല്ല, ഇമാം ഹാക്കിം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിവാക്കാനാണ് ഹാക്കിം ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ എന്താ, മിക്ക ഒരൊറ്റ റിപ്പോർട്ടല്ലാതെ വേറൊരു റിപ്പോർട്ടിലും ഇല്ല. ഇതിനേക്കാൾ ഇപ്പൊ മുസ്ലിം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച ഹദീസ് ഉണ്ടല്ലോ, എന്റെ സൂര്യ നിസ്കാരം അങ്ങനെ ഓരോന്നും അതിലെവിടെ എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ ഇത് അതിലൊന്നുമില്ലാത്ത ഒരു റിപ്പോർട്ട് ആയതുകൊണ്ട് അത് ഷാദാണ്, മുൻകറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായം പറഞ്ഞ വേറെയും പണ്ഡിതന്മാരുണ്ട്. ഒരു കാര്യം അത് ഈ റിപ്പോർട്ടിനെ കുറിച്ച്. പക്ഷെ ശൈഖ് അൽബാനി ഇത് സഹീഹാണെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ബോധ്യപ്പെടാൻ വെക്കാം. ഇനി മടമ്പ് കൂടി നമുക്ക് ചേർക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നഷ്ടപ്പെട്ടുകൊണ്ടാന്ന് നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ എന്താണ്, വിരലിന്റെ ഭാഗം അടുപ്പിച്ച് വെക്കുക. ചേർത്തൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കി. അപ്പൊ ഈ റിവായത്തിലും പ്രശ്നമുണ്ട്, പ്രായോഗിക തലത്തിലും എന്തുണ്ട്, പ്രശ്നമുണ്ട്. അത് പറയണ്ടാവും. പറഞ്ഞ പണ്ഡിതന്മാരുടെ അൽബാനി അഭിപ്രായക്കാരനാണ്. പക്ഷെ ബക്ര അബൂ സയ്യിദ് അല്ല, ഇത് ഷാദാണ്.